റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ അഗെയിൻ. തിരഞ്ഞെടുപ്പിൽ പിന്തുണ പരസ്യമായി അറിയിക്കാൻ SDPI പിന്തുണ ആർക്കാണെന്ന് അടുത്ത ദിവസം പ്രഖ്യാപിക്കുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസി. ഒരേ മുന്നണിക്കായിരിക്കും എല്ലായിടത്തും പിന്തുണ. LDF-ന് പിന്തുണ എന്നത് മാധ്യമ സൃഷ്ടി മാത്രമെന്നും MK ഫൈസി റിപ്പോർട്ടറിനോട് പറഞ്ഞു. അപ്പോൾ LDF-നല്ലേ പിന്തുണ? കേൾക്കാം. ചില മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിയാണത്. നമ്മൾ LDF-ന് പിന്തുണ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞിട്ടില്ല LDF-നാണ് പിന്തുണ എന്ന്. ഞങ്ങൾ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയെ പിന്തുണക്കുകയാണെങ്കിൽ സംസ്ഥാന തലത്ത് ഒരൊറ്റ പാർട്ടിയെ ആയിരിക്കും പിന്തുണക്കുക. അത് ഏത് മുന്നണിയാണെങ്കിലും ഒരു മുന്നണിയെ, അതായത് ഓരോ മണ്ഡലത്തിനനുസരിച്ച് വ്യത്യാസം വരുത്തില്ല. നേമത്ത് നമ്മൾ LDF-ന് കൊടുത്തു. പക്ഷെ അത് അത്തരം ചില ഒറ്റപ്പെട്ട സീറ്റുകൾ ഒഴിച്ച് പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ വെച്ച് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല. ഓരോ സമയത്തും ട്രെൻഡ് മാറും, സാധ്യതകൾ മാറും. അപ്പൊ അതെല്ലാം കൂടി വെച്ച് പരിശോധിച്ചിട്ട് അവിടെ തീരുമാനം എടുക്കും. അതായത് മഞ്ചേശ്വരത്ത് LDF-ന് ഒരു സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കും. അതായത് UDF-നാണെങ്കിലും LDF-നാണ് പിന്തുണയെങ്കിലും അത് പരസ്യമായി പറയും. പരസ്യമായിട്ട് പറയും. നമ്മൾ ആരുടെ മുന്നിൽ UDF-ന്റെ ഇല്ല, LDF-ന്റെ ഇല്ല. ഒരു BJP ഒഴിച്ച് ഒരു മുന്നണി, രണ്ട് മുന്നണിയല്ലേ ഇവിടെയുള്ളൂ. രണ്ട് മുന്നണിയുടെ മുമ്പിലും നമ്മൾ വാതിൽ കൊട്ടി അടച്ചിട്ടുമില്ല. അവരുടെ വാതിലിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ നിൽക്കുന്നുമില്ല. അത് പഠിച്ചിട്ട് ആർക്കാണെന്നുള്ളത് സംസ്ഥാന നേതൃത്വം വ്യക്തമാണ്. പ്രാദേശികമായ യാതൊരു എതിർപ്പും ഉണ്ടാവില്ല. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനോടൊപ്പം പാർട്ടി പ്രവർത്തകർ നിൽക്കും. റഹീസ് റഷീദ് ഉണ്ട്. റഹീസ് റഷീദ്, അപ്പോൾ SDPI പിന്തുണ LDF-നല്ലേ? മഞ്ചേശ്വരത്ത് UDF പറഞ്ഞിട്ട് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ SDPI, ഇപ്പോൾ വേങ്ങരയിലാണെങ്കിൽ SDPI സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്നു. അപ്പോൾ SDPI മൊത്തത്തിൽ LDF-നെ പിന്തുണയ്ക്കാമെന്നൊരു തീരുമാനം എടുത്തിട്ടില്ലേ? അരുൺകുമാർ, കഴിഞ്ഞ 2-3 ദിവസം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യം SDPI LDF-ന് വോട്ട് കൊടുക്കുന്നു, ആ വോട്ട് വേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നില്ല എന്നതായിരുന്നു. പക്ഷേ SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് MK ഫൈസിയോട് സംസാരിക്കുമ്പോൾ SDPI ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ LDF-ന് വോട്ട് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്ത മാത്രമാണ്. ഏത് മുന്നണിയെ പിന്തുണ നൽകണമെന്ന തീരുമാനം അടുത്ത ദിവസങ്ങളിൽ മാത്രമേ എടുക്കൂ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ഏത് മുന്നണിക്കാണ് പിന്തുണയെങ്കിലും അത് പരസ്യമായി തന്നെ SDPI പറയും. അതല്ലാതെ രഹസ്യമായി അണികളെ അറിയിച്ച് വോട്ട് ചെയ്യിക്കുക എന്ന രീതി അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത്, LDF-ന് മുന്നിലും UDF-ന് മുന്നിലും SDPI വാതിൽ കൊട്ടി അടച്ചിട്ടില്ല. അവരുടെ വാതിലിന് മുന്നിൽ SDPIക്കാർ പോയി നിൽക്കുന്നില്ല. പക്ഷേ രണ്ട് മുന്നണികളുടെ മുമ്പിലും വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് ആ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് തന്നെ പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, നേമത്ത് V ശിവൻകുട്ടിക്ക് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ചത് അവിടെ പഠനം നടത്തി മത്സരം BJP-യും LDF-ഉം തമ്മിലാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരമൊരു പിന്തുണ മഞ്ചേശ്വരത്ത് UDF സ്ഥാനാർത്ഥിക്ക് നൽകുമോ എന്ന ചോദ്യത്തിന് അവിടെ പഠനം നടക്കുകയാണ്. UDF-ന് പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ പ്രാദേശിക ഘടകം എതിർപ്പ് ഉയർത്തുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനൊപ്പം മഞ്ചേശ്വരത്തെ അണികളും നിൽക്കുമെന്ന ആത്മവിശ്വാസവും നമുക്ക് കാത്തിരിക്കാം. റഹീസ്, അവർ തുറന്നു പ്രഖ്യാപിക്കട്ടെ. തുറന്നു പറയുമ്പോൾ പിന്തുണ. ഇപ്പോൾ നമ്മൾ സലാമിനോട് ചോദിക്കുമ്പോഴും ആരുമായിട്ടും ബന്ധമൊന്നുമില്ല, പക്ഷേ ആരുടെയും വോട്ട് സ്വീകരിക്കും. KC വേണുഗോപാലും അതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ആരുമായിട്ടും ഒരു ബാന്ധവത്തിനില്ല എന്ന് പറയുമ്പോഴും വോട്ടുകൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇരു മുന്നണികളുടെയും ഇപ്പോഴത്തെ നിലപാട്.